എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒരു 3 കയ്യിൽ ഇഡ്ഡലിയുടെയോ ദോശയുടെ ബാറ്ററാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ദോശയുടെ ബാറ്ററാണ്. ഇനി അതിലേക്ക് ഒരു 2 സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ അല്പം ഉപ്പ് അതിനാവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഒരു 5-6 പച്ചമുളക് പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഒരു വലിയ സവോള ഇതുപോലെ പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കരിവേപ്പില പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം ബാറ്റർ ഇരിക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഒരു പരുവത്തിൽ ബാറ്റർ ആയിക്കഴിഞ്ഞു. ഇനി നമ്മളതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്ന് ചെറുതായിട്ട് അതൊന്ന് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കൈ ഒന്ന് ഇതുപോലെ നനച്ചിട്ട് ഈ വലിപ്പത്തിൽ ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വൈകുന്നേരം പെട്ടെന്ന് നമ്മൾക്കൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ആ ഉഴുന്ന വടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈല് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബ്രൗൺ നിറമാകുന്നവരെ നമ്മളത് വറുത്ത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് അതേപോലെ പൊരിച്ചെടുക്കാം. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അല്ലാണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. നമ്മളെ ഇഡ്ഡലി മാവിലൊക്കെ ഉഴുന്നൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എല്ലാ സ്നാക്സും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ വൈകുന്നേരം നമ്മൾക്കൊരു 4 പേരുള്ള കുടുംബത്തിലൊക്കെ ഇത് ധാരാളമായിട്ട് മതിയാവും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഒരു വെള്ള ചട്നി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചട്നിയിൽ കൂടെ മുക്കി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഉള്ളൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.